ഇപ്പൊ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് കിട്ടുന്ന ഡാറ്റക്കാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ ടീച്ചേഴ്സിനോട് മാർക്ക് ചോദിച്ചാൽ റോൾ നമ്പറും മാർക്കും ഉള്ള ഒരു ഇത്. ഇനി ഈ മാർക്കിനെ നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ ശരിക്കും ന്യൂമറിക്കൽ ഡാറ്റയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കളറിന്റെ ഒക്കെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റുണ്ടാവില്ല. അപ്പോൾ സാധാരണ ന്യൂമറിക്കൽ ഡാറ്റ ഹൈറ്റ്, വെയിറ്റ്, അതേപോലെ എന്ന് പറയുന്ന മാർക്ക്, ഇങ്ങനത്തെ അതിനൊക്കെ നമ്മള് ന്യൂമറിക്കൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയാൽ, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഡാറ്റക്ക് നമ്മൾ ഒരു അറേ ആണെന്ന് പറയും. ഇനി ഇങ്ങനെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എഴുതിയാൽ ഏറ്റവും സ്മോളസ്റ്റും ഏറ്റവും ബിഗ്ഗസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റ് കുറച്ചാ കിട്ടുന്നത് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എക്സാം നടത്തി, ഒരു 50 മാർക്കിലാണ് നടത്തി, മാക്സിമം മാർക്ക് 48 ആയിരുന്നു, മിനിമം 12 ആയിരുന്നു. അപ്പോൾ 48 - 12 ദാറ്റ് ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദ ഡാറ്റ. നമ്മളുടെ മനസ്സിലുള്ള ഒരു സാധനം തന്നെയല്ലേ റേഞ്ച് എന്ന് പറഞ്ഞാല്. അപ്പൊ റേഞ്ച് സാധാരണ രണ്ട് വിധത്തിൽ ആ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. 48 - 12 കുറച്ചാല് 36 കിട്ടും. അപ്പൊ 36 റേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ 48 - 12 അല്ലെങ്കിൽ 12-48 അങ്ങനെയും റേഞ്ച് പറയാം. റേഞ്ച് രണ്ട് വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാറ്. സിംഗിൾ നമ്പർ ആയിട്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബിഗ്ഗസ്റ്റ് വാല്യൂയിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. ഇനി എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എയിം ചെയ്യുന്ന ടോപ്പിക്. ഇതാണ് വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനേ നമുക്ക് വലിയ ഒരു ഡാറ്റ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കോളേജിലെ മുഴുവൻ കുട്ടികളുടെയും മാർക്ക്, റോൾ നമ്പർ എല്ലാവർക്കും ഡിഫറെന്റ് ആണല്ലോ. റോൾ നമ്പർ ഓർഡറിൽ നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ ആ ഡാറ്റ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യും? ഈ നമ്മുടെ മുഴുവൻ കുട്ടികളുടെയും അഡ്മിഷൻ നമ്പർ. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും വിധത്തിൽ ഇപ്പൊ ക്ലാസ് ബേസ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതെ, അപ്പൊ അങ്ങനെ എഴുതുന്നതിനാണ് നമ്മള് എന്താ പറയാ, അങ്ങനെ അറേഞ്ച് ചെയ്ത ഡാറ്റക്കാണ് നമ്മൾ എന്താ പറയാ, അറേഞ്ച് ചെയ്ത ഡാറ്റക്കാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ഡാറ്റ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ്, വെയിറ്റ്, ഹൈറ്റ് മെഷർ ചെയ്യണം. ഇപ്പൊ കുട്ടികളുടെ ഹൈറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് നമ്മൾ ആദ്യം എല്ലാ കുട്ടികളെയും ഹൈറ്റ് ഒരു ഇതുകൊണ്ട് ടാപ്പ് കൊണ്ട് മെഷർ ചെയ്തു. അപ്പൊ മെഷർ ചെയ്യുന്ന ഒരാളുണ്ടാവും, അയാൾ ചിലപ്പോൾ ഫസ്റ്റ് ബെഞ്ച് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഓരോ കുട്ടികളുടെയും. അപ്പൊ ഒന്നാമത്തെ ആൾ അല്ലെങ്കിൽ അയാളുടെ റോൾ നമ്പർ എഴുതുന്നു, അതിന്റെ നേരെ അയാളുടെ ഹൈറ്റ് എഴുതി വെക്കുന്നു. അപ്പൊ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും കയ്യിലെ ഹൈറ്റ് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ റോ ഡാറ്റ റെഡിയായി. ഇനി ഈ റോ ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യാൻ ആദ്യം നമ്മൾ അതിനൊരു അരേ ആക്കി മാറ്റും. അരയാക്കി മാറ്റാൻ ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് മുതൽ മാക്സിമം ഹൈറ്റ് വരെ അറേഞ്ച് ചെയ്യും. നമ്മൾ അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കും. ഇനി റേഞ്ച് എന്താ പറയാ, അരയാക്കിയ റേഞ്ച് കണ്ടുപിടിക്കാൻ ഒന്നുകൂടി എളുപ്പമാണ്. കാരണം ഏറ്റവും റൈറ്റ് എൻഡിലുള്ള ആളിൽ നിന്ന് ലെഫ്റ്റ് എൻഡിലുള്ള ആൾ കുറച്ചാൽ മതി അല്ലേ. അപ്പോ റേഞ്ച് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യും. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെ ഫോം ചെയ്യും? ഇപ്പോൾ ഒരു 150 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ അങ്ങനെയൊക്കെയാണ് ഹൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ 150 അല്ലെങ്കിൽ 160, 162, 165 അങ്ങനെയൊക്കെ ഹൈറ്റ് പോകും. അപ്പോൾ 150 നമ്മള് ക്ലാസ്സിലെ ഹൈറ്റിനനുസരിച്ച് 150 185 186 അങ്ങനെ നമ്മൾ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു 100 സ്റ്റുഡൻസിന്റെ ഹൈറ്റിന്റെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്.
അപ്പോ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പോടെ അപ്പോ 60-62 എന്നാണ് സാധാരണ എഴുതുക. ഈ 60 62 ഇടയിൽ നമ്മളൊരു ഹൈഫൺ ഇടാറുണ്ട്. അവരിവിടെയൊക്കെ ഹൈഫൺ ഉണ്ട്. അങ്ങനെ അത് ചെയ്യാം. അപ്പോ ഈ 60 മുതൽ 62 വരെ ഹൈറ്റ് ഉള്ളവര് 5 കുട്ടികൾ. ഇത് ഇഞ്ചിലാണ് കേട്ടോ, സെന്റിമീറ്ററിലല്ല. അതുപോലെ 63 to 65 18 പേര്, 66 to 68 42, 69 to 71 27, 72 to 74 8. അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്ന 100 കുട്ടികളുടെ ഹൈറ്റ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഈ ടേബിളിനെ കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം. നമ്മളൊരു കുട്ടിയുടെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ കുട്ടി 62 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിച്ചോളൂ. 62 ഇഞ്ചും ഒരു അല്ലെങ്കിൽ 62.5 ആണെങ്കിൽ നമ്മൾ അയാൾ എന്ത് ചെയ്യും? ഏത് ക്ലാസ്സിൽ അയാൾ ഉൾപ്പെടുത്തും? നമുക്ക് ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണ കൊമേഴ്സ് നമ്മൾ നേരത്തെ ടേബിൾ ഫോം ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ്സുകളാണ് ഉണ്ടാക്കുന്നത്. 60 to 62, 62 to 64, 64 to അങ്ങനെ 66, 66 to 68 അങ്ങനെയാണ് ക്ലാസ്. പക്ഷെ ഇത് അങ്ങനെയുള്ളത് ഇതൊക്കെ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളാണ്. കാരണം 60 മുതൽ 62 വരെ, പിന്നെ ഈ ക്ലാസ് തരില്ല, പിന്നെ 63 തുടങ്ങുന്നത്, 65 വരെ, 66 മുതൽ 68 വരെ, 69 മുതൽ 71 വരെ, 72 മുതൽ 74 വരെ. ഈ ഓരോന്നിനും ഓരോ ക്ലാസ്സുകൾ എന്ന് പറയും. ഫസ്റ്റ് ക്ലാസ് ആണ് 60 to 62 ഫസ്റ്റ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ് ആണ് 63 to 65 അങ്ങനെ. ഇത് ഓരോന്നിനും നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറയും. അപ്പോ ഈ ക്ലാസ്സിന്റെ ഈ 60 ക്ലാസ്സിന്റെ ലോവർ ബൗണ്ടറി എന്ന് പറയും, ലോവർ ലിമിറ്റ് എന്ന് പറയും. 62-ന് നമ്മൾ എന്താ പറയാ, അപ്പർ ലിമിറ്റ് എന്ന് പറയും. അപ്പൊ ഓരോ ക്ലാസ്സിനും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും. ഓരോ ക്ലാസ്സിനും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും അല്ലെ? അപ്പോ അങ്ങനെ എന്താ പറയാ, ഇനി നമുക്ക് കാണേണ്ടത് നമ്മൾ ഇതാക്കണതാണ്. ഒരാളെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ അയാളുടെ ഹൈറ്റ് 62.4 ഇഞ്ചാണ്. അയാളെ നമ്മൾ ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക? 62 to ഇതിലില്ലല്ലോ, ഇൻക്ലൂസീവ് ആയിട്ട് വരുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു കൺസെപ്റ്റ് പറയാണ്. വാട്ട് ഈസ് ക്ലാസ് ബൗണ്ടറി? അതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും കൊടുക്കുക. നമുക്ക് ആദ്യത്തെ ക്ലാസ് കഴിയുന്ന 62-ലാണ്, രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 63-ലാണ്. ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് എടുക്കുക. 62-ന്റെയും 63-ന്റെയും മിഡ് പോയിന്റ് കിട്ടാന് 62 plus 63 divided by 2 ആണ് മിഡ് പോയിന്റ് കിട്ടാൻ ചെയ്യുക. Physical to 62.5. ലോജിക്കലി ആലോചിച്ചാലും നിങ്ങൾക്ക് അറിയാം, 62-ന്റെയും 63-ന്റെയും മിഡ് പോയിന്റ് പറഞ്ഞാൽ 62-ന്റെയും 63-ന്റെയും മിഡ് പോയിന്റ് പറഞ്ഞാൽ 62.5 എന്നുള്ളതാണ്. അപ്പൊ 62.5 നമ്മൾ പറയതാണ് 62.5-ന് അകത്താണെങ്കിൽ അപ്പൊ ഈ ക്ലാസിന്റെ ഫസ്റ്റ് ക്ലാസിന്റെ അപ്പർ ബൗണ്ടറി, അപ്പർ ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടോ, ലിമിറ്റ് ഈ നമ്പർ തന്നെയാണ്. ഇസ് കോൾഡ് അപ്പർ ബൗണ്ടറി ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ബൗണ്ടറി ഓഫ് സെക്കൻഡ് ക്ലാസ്. ഇത് 62.5 വരെയാണ് ഹൈറ്റ് വരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. 62.5 ഉൾപ്പെടെ 62.5 കഴിഞ്ഞാല് ബാക്കിയുള്ള. അപ്പൊ 62.5 മുതൽ 65.5 വരെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഈ വാല്യൂസിന് നമ്മള് ഈ ക്ലാസ്സുകളുടെ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടറീസ് എന്ന് പറയും.
അപ്പൊ ബൗണ്ടറി എന്ന് പറഞ്ഞാല് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റിന്റെയും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റിന്റെയും മിഡ് പോയിന്റുകളാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇതേ കൺസെപ്റ്റ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഈ ക്ലാസ്സുകൾ ബൗണ്ടറി ഉൾപ്പെടെ എഴുതുകയാണെങ്കിൽ 60 എന്ന് പറയുന്നത് 59.5 to 62.5, അടുത്ത ക്ലാസ് 62.5 to 65.5, 65.5 to 68.5. ഇങ്ങനെ ആയിരിക്കും ഇതിനെ എന്താ പറയാ ഇൻക്ലൂസീവ് ക്ലാസ് ആക്കിയിട്ട് ഇതിനെ ഇങ്ങനെ, ഇതാണ് ഇതിന്റെ മീനിങ് ശരിക്കും. ഇങ്ങനെ ക്ലാസ് ആക്കുമ്പോ അതിന്റെ മീനിങ്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ക്ലാസ് ഫോം ചെയ്യുമ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടേംസ് ഇതൊക്കെയാണ്. ഒന്ന് എന്താ നമ്മള് റോ ഡാറ്റ പറഞ്ഞു, അറേ പറഞ്ഞു, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണ് ഇനി നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പൊ ഒരു ക്ലാസ്സിൽ ഈ നമ്പറിന് നമ്മൾ ഇതിന് ക്ലാസ് എന്ന് പറയും. ഇതിന് ലോവർ ബൗണ്ട്, ഇത് ലോവർ ലിമിറ്റ്, ഇതിന് അപ്പർ ലിമിറ്റ്, ഇതിന്റെ ലോവർ ബൗണ്ടറി അപ്പർ ബൗണ്ടറി എങ്ങനെ കാണാം നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എണ്ണം എന്നുള്ളതാണ് നമ്പർ. പിന്നെ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, ഇനി ലോവർ ആൻഡ് അപ്പർ ബൗണ്ടറി നോക്കാം. ഇനി ലോവർ ബൗണ്ടറിയും അപ്പർ ബൗണ്ടറിയും ക്ലാസ് സൈസ് ആണ് നെക്സ്റ്റ്. ക്ലാസ് സൈസ്, ഒരു ക്ലാസിന്റെ സൈസ് എത്രയാണ് അല്ലേ നോക്കുക. 60 to 62 എന്നുള്ള ക്ലാസിന്റെ സൈസ് കിട്ടണമെങ്കിൽ, ഒരു ക്ലാസിന്റെ സൈസ് കിട്ടണമെങ്കിൽ ആ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അല്ല ലോവർ ബൗണ്ടറിയും അപ്പർ ബൗണ്ടറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് സൈസ്. ഇപ്പൊ നമ്മൾ 60 to 62 എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് 62 60 കുറച്ച് എത്ര 2 ക്ലാസ് സൈസ്, 3 ക്ലാസ് സൈസ്. കാരണം 62.5 നിന്ന് 59.5 ആണ് കുറക്കേണ്ടത്. വേറെ വിധത്തിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാം 60, 61, 62 അതാണ് ക്ലാസ് സൈസ്. 60 തുടങ്ങി 62 വരെ എത്രയാണ് ക്ലാസിന്റെ സൈസ്? 60, 61, 62. അപ്പൊ ക്ലാസ് സൈസ് കിട്ടാന് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ബൗണ്ടറി ആൻഡ് ലോവർ ക്ലാസ് ബൗണ്ടറി. അപ്പൊ ക്ലാസ് സൈസ് ഈക്വൽ ടു അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി. അപ്പൊ ഇതാണ് അടുത്ത ടേം നമുക്ക് പറയാനുള്ളത്, ക്ലാസിന്റെ സൈസ് എന്താണെന്നുള്ളത്. ഇനി ഒരു കാര്യം പറയാം. ഒരു കാര്യം ചോദിക്കാം, എന്തായിരിക്കും ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ? വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ? ഇതിന്റെ 12 എങ്ങനെ കിട്ടി? 72 minus 60 അല്ലെങ്കിൽ 74 minus 62. അങ്ങനെയല്ല, അതായത് ഇതില് വരാവുന്ന ഏറ്റവും സ്മോൾ, നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ഏറ്റവും ചെറിയ ഹൈറ്റ് എത്രയാണ്? ഈ ക്ലാസ്സിൽ വരാവുന്ന ഏറ്റവും ചെറിയ ഹൈറ്റ് എത്രയാണ്? 60 ആണ്. പക്ഷെ 60ന്റെ ലോവർ ബൗണ്ടറി 59.5 ആണെങ്കിൽ നമ്മൾ 60 എന്നാ പറയാം. റൈറ്റ്? 59.5 മുതൽ 74.5 വരെ ഡാറ്റ ഇതിൽ വരാം. 59.5 to 74.5 വരെ ഡാറ്റ ഇതിൽ വരാം. അപ്പൊ ഇതിന്റെ റേഞ്ച് വരിക ഫസ്റ്റ് ക്ലാസിന്റെ ലോവർ ബൗണ്ടറിയും ലാസ്റ്റ് ക്ലാസിന്റെ അപ്പർ ബൗണ്ടറിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച്. നോക്കാം, ഇനി ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കാം, ഇത് ഒരു ക്ലാസ്, ഒരു കമ്പനിയിലെ 65 എംപ്ലോയീസിന്റെ എന്താ പറയാ സാലറിയാണ് തന്നിട്ടുള്ളത്. അവരുടെ ശമ്പളം $250 to $259.99.
262 269.99 ഇങ്ങനെയാണ് ഉള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ക്ലാസ് മാർക്ക് പറഞ്ഞ സാധനം കേട്ടോ. ക്ലാസ് മാർക്ക് പറഞ്ഞാല് എന്താ, മിഡ് പോയിന്റ്, ക്ലാസിന്റെ മിഡ് പോയിന്റ്. ക്ലാസിന്റെ മിഡ് പോയിന്റ് പറഞ്ഞാൽ ബൗണ്ടറി ഉപയോഗിച്ച് കാണാം. അതുകൂടി പറയണ്ടോ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് പറഞ്ഞാൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അത് 60ന്റെയും 62ന്റെയും മിഡ് പോയിന്റ് എന്താണ്, എങ്ങനെ കാണാം? 61 അല്ലേ വരിക. അതിന് നമ്മൾ തെറ്റിങ്ങാണ്ട് ക്ലാസ് ബൗണ്ടറിന്റെ മിഡ് പോയിന്റ് ഉണ്ടല്ലോ അതിന് വരിക. 59.5 62.5 മിഡ് പോയിന്റ് അതിന് വരിക. അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് കാണാന് അതായത് 60 to 62 മാർക്കുള്ള ആൾക്ക് 5 കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗ്രേഡിങ് പഠിച്ച കുട്ടികളല്ലേ? നമ്മൾ A+ എന്ന് പറഞ്ഞാൽ ശരിക്കും A+ കുട്ടിയുടെ മാർക്ക് എത്രയാണ്? നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മാത്സിന് A+ ആണ്. നിങ്ങൾ എത്ര മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര മാർക്കാ പറയാ? 90 above എന്നല്ല ശരിക്കും പറയേണ്ടത്. ശരിക്കും 90 to 100 അല്ലേ ശരിക്കും അതിന്റെ മിഡ് പോയിന്റ്? 90 A+ കിട്ടിയ കുട്ടികൾക്ക് 95 മാർക്കാണ്. അപ്പൊ അതാണ് ഈ 60 മുതൽ 62 വരെയുള്ള കുട്ടികളുടെ ഹൈറ്റ് നമുക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കണം. ഹൈറ്റ്, ഈ 5 കുട്ടികളുടെ ഹൈറ്റ് നമുക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കണം. 60 മുതൽ 62 വരെയുള്ള ആളെ ഒരേ ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. 60 മുതൽ 62 വരെയുള്ള ഹൈറ്റുള്ള ആളെ നമ്മൾ ഗ്രേഡിങ്ങിലെ പോലെ ഒറ്റ ഹൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ ഹൈറ്റ് നമുക്ക് കാൽക്കുലേഷൻ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ ഹൈറ്റിന്റെ മിഡ് പോയിന്റ് എടുക്കും. 60ന്റെയും 62ന്റെയും മിഡ് പോയിന്റ് എന്താണ്? 61. That is called class mark. Class mark the midpoint of class interval. ക്ലാസ് ഇന്റർവെലിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇവിടേക്ക് വരാം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റും. ലോവർ ലിമിറ്റ് ഓഫ് 6th ക്ലാസ്, അപ്പർ ലിമിറ്റ് ഓഫ് 4th ക്ലാസ്, അതൊന്നും വലിയ പ്രശ്നമല്ല. ക്ലാസ് മാർക്ക് ഓഫ് 3rd ക്ലാസ് അല്ലേ? ക്ലാസ് ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ലോവർ ക്ലാസ് ലിമിറ്റ് ഓഫ് 3rd ക്ലാസ് ഏതാണ്? ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വാല്യൂ മതി. 3rd ക്ലാസിന്റെ ലോവർ ലിമിറ്റ് പറഞ്ഞാല് ഈ കാണുന്ന 270 ആണ് അല്ലെ? അപ്പർ ലിമിറ്റ് ഓഫ് 5th ക്ലാസ് ഏതാണ്? 299.99 ആണ്. അപ്പോ ക്ലാസിന്റെ ലിമിറ്റ് കാണണമെങ്കിൽ നേരിട്ട് ഈ വാല്യൂസ് മതി. ഇനി 3rd ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 16 അല്ലെ? 16. അപ്പൊ അങ്ങനെ അതൊക്കെ ഡാറ്റ വളരെ ഒബ്വിയസ് ആണ്. ഇനി നമുക്ക് കാണേണ്ടത്, ഇതിലിപ്പോ പുതിയതായിട്ട് കാണേണ്ടത് നമ്മൾ പറഞ്ഞാല് ക്ലാസ് മാർക്ക് ഓഫ് 3rd ക്ലാസ്. ക്ലാസ് മാർക്ക് ഓഫ് 3rd ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഡാറ്റക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ ഡെസിമൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ എന്തിനാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉപയോഗിച്ചതെന്നുള്ളത് ഇവിടെ ആവശ്യം വരികയാണ്. കാരണം ഇവിടെ 250 എന്ന് എഴുതാതെ 250.00 എന്നാണ് എഴുതിയത്. അതേപോലെ 259.99 ആണ് എഴുതിയത്. അപ്പൊ നമ്മള് ഇവിടെ ബൗണ്ടറി കാണാനും ക്ലാസ് സൈസ് കാണാനും മാത്രമേ നമുക്ക് ഇതിനെ ഒരു വട്ടം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഇതിന്റെ ഈ ക്ലാസിന്റെ സൈസ് എത്രയാണ്? ക്ലാസിന്റെ സൈസ് കാണണമെങ്കിൽ എന്താ, അപ്പർ ലിമിറ്റ്, ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിൽ മിഡ് പോയിന്റ് കാണണം. ഇപ്പൊ 259.99 പ്ലസ് 260.00/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 259.995 വരും. 995 വരും. ഇപ്പൊ ഇവിടെ വരിക, ഇതിന്റെ ബാക്കിൽ വരിക 249.995 ആണ് ഇതിന്റെ ലോവർ ക്ലാസ് ബൗണ്ടറി. അതേപോലെ വരിക
In the lower class boundary 249.995, upper class boundary 259.995. So class size equal to 10. ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാം, ഇവിടെ 259.995, ഇവിടെ 269.995, 269.995 എന്ന് 259.995 കുറച്ചാല് 10. എല്ലാ ക്ലാസ്സിന്റെയും സൈസ് ഈക്വൽ ആണ്. ക്ലാസ് സൈസ് എന്താണ് വരിക? 10 ആണ് വരിക. ക്ലാസ് മാർക്ക് വരുമ്പോ ഈ വിഷയം വരും 270 പ്ലസ് 279.99 ഡിവൈഡ് ബൈ 2 എത്രയാണ് വരിക? ഈ ടേബിളില് ഈ ക്ലാസിന്റെ ക്ലാസ് മാർക്ക് 279.99 ക്ലാസ് മാർക്ക് എത്ര വരിക? 274.995. 275 ആയിരിക്കും.